പ്രഭേ, താനിങ്ങനെ ടെൻഷനായാലോ? ഇതാദ്യമായിട്ടൊന്നല്ലോ നന്ദൻ ഇങ്ങനെ മാറി നിൽക്കുന്നത്. മാറി നിൽക്കല്ല ഹരിയേട്ട, എന്റെ കുടുംബം തകർത്ത് കളയാനുള്ള നീക്കമാ നടക്കുന്നത്. പാവം എന്റെ മോൻ, അവൻ എന്തോ ആപത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാ വഴികളും അടയണല്ലോ ഈശ്വര. അവൻ എവിടെയായിരിക്കും? എന്ത് ചെയ്യായിരിക്കും? അവന് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പ്രഭേ, താനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേവിയെ കൂടി സങ്കടപ്പെടുത്താതെ. നന്ദുന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അങ്കിൾ? ഇല്ല മോളെ, മോള് പേടിക്കാതിരിക്കെ. ഞാൻ DGP വിളിച്ച് കാര്യങ്ങൾ പറയാം. ഒരു മാൻ മിസ്സിംഗ് കേസായിട്ട് എടുത്ത് അന്വേഷിക്കാൻ പറയാം. എന്ത് അന്വേഷണമായാലും വേണ്ടില്ല, എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടണം. അങ്കിൾ, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നന്ദുനെ കണ്ടെത്തണം. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഊർജിതമാക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് ശുപാർശ ചെയ്യാനല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാരുടെ ശത്രുക്കളാണ് നമ്മൾ. എന്തായാലും ഞാനൊരു ശ്രമം നടത്താം. അമ്മ വിഷമിക്കല്ലേ? മോൾ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. നീ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. അച്ഛന്റെ പാർട്ടിക്കാരോ രാഷ്ട്രീയക്കാരോ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അമ്മ? ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ നമുക്ക് നന്ദുവിനെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോള് വിഷമിക്കണ്ട. നമ്മളെ സഹായിക്കാനും ആരെങ്കിലും ഉണ്ടാവും. അമ്മ ഒരിടം വരെ പോയിട്ട് വരാം. എവിടേക്കമ്മേ? വന്നിട്ട് പറയാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.